നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. Flexi, Life Easy, Electronics and Home Appliances. ബാർകോഴ കേസിൽ CBI അന്വേഷണമാണ് ഉചിതമെന്ന് ഹൈക്കോടതി. പ്രതി നിരപരാധിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കും? അന്വേഷണത്തിലിരിക്കുന്ന കേസിനെ പറ്റി പരാമർശം നടത്തിയാൽ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഇനി പ്രതികരിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി. നിലവിലെ അന്വേഷണം നീതിയുക്തമെന്ന് രമേശ് ചെന്നിത്തല. ജേക്കബ് തോമസ് അച്ചടക്ക ലംഘനം നടത്തിയെന്ന നിലപാടിൽ ഉറച്ച് DGP. മാധ്യമങ്ങളെ കണ്ടത് അച്ചടക്ക ലംഘനം. നിലപാട് ചീഫ് സെക്രട്ടറി അറിയിച്ചു. എറണാകുളം IG അജിത് കുമാർ പകപോക്കുന്നുവെന്ന ആരോപണവുമായി മുൻ SP സുനിൽ ജേക്കബ്. NSS നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് വെള്ളാപ്പള്ളി നടേശൻ. എനിക്ക് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു വിഷമവുമില്ല. സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപനത്തിൽ പാർട്ടി പ്രഖ്യാപനം. ജനതാദൾ യുണൈറ്റഡുമായി ലയനമില്ലെന്ന് ജനതാദൾ S. ചെറോട് പഞ്ചായത്തിൽ UDF-നെ പിന്തുണച്ചത് തെറ്റെന്ന RMP. ഒഞ്ചിയത്ത് ലീഗ് പിന്തുണയിൽ ഭരണം തുടരും. നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി ആസിയാൻ ഉച്ചകോടിയിൽ. ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച നിക്ഷേപകർ അവസരമാക്കണം. ജാപ്പനീസ് ചൈനീസ് നേതാക്കളുമായി മോദി ചർച്ച നടത്തി. ഷിൻസോ ആബെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദേശീയ പതാക തലതിരിച്ചു കെട്ടിയത് വിവാദത്തിൽ. എൽ ക്ലാസിക്കോ ഇന്ന് രാത്രി. ബാഴ്സലോണ റയൽ മാഡ്രിഡ് പോരാട്ടം രാത്രി 10:45 തുടങ്ങും. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. 1-4 ഗോളുകൾക്ക് ചെന്നൈയിൻ FC ബ്ലാസ്റ്റേഴ്സിനെ തകർത്തു. സമാന്തര പോലീസ് സ്റ്റേഷൻ നടത്തുന്നുവെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി മുൻ SP സുനിൽ ജേക്കബ്. IG MR അജിത് കുമാറിന്റെ പകപോക്കലാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് സുനിൽ ജേക്കബ് റിപ്പോർട്ടറോട് പറഞ്ഞു. പോലീസ് സ്റ്റേഷന് സമാന്തരമായി റിട്ടയർഡ് SP സുനിൽ ജേക്കബിന്റെ അന്വേഷണ ഏജൻസി പ്രവർത്തിക്കുന്നതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ച സാഹചര്യത്തിലാണ് സുനിൽ ജേക്കബ് വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നത്. താൻ നടത്തുന്നത് സ്വകാര്യ അന്വേഷണ ഏജൻസി മാത്രമാണെന്ന് സുനിൽ ജേക്കബ് പറഞ്ഞു. IG MR അജിത് കുമാർ തന്റെ കുടുംബത്തെയും സ്ഥാപനത്തെയും തകർക്കാൻ ശ്രമിക്കുകയാണ്. സർവീസിലുണ്ടായിരുന്നപ്പോൾ IG-യുമായി ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾക്ക് കാരണമെന്നും സുനിൽ ജേക്കബ് പറഞ്ഞു. പുള്ളിക്കെതിരെ ചില വാർത്തകളെ പറ്റി എന്നോട് ചോദിക്കേണ്ടത് ഞാനിപ്പോൾ പറയത്തില്ല. അങ്ങനെ വാർത്തകൾ വന്നതിൻ്റെ പിന്നിൽ എനിക്ക് എന്തോ പങ്കുണ്ടെന്നുള്ള മട്ടിലാണ് പുള്ളി ചെയ്തത്. അത് പക്ഷേ പുള്ളി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചാൽ മനസ്സിലായില്ലേ? ഞാനല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാൻ വെറും 10 മിനിറ്റ് അന്വേഷിച്ചാൽ അല്ല. പുള്ളി പലരോടും പറഞ്ഞു അവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവൻ്റെ മക്കളെങ്കിലും ശരിയാക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ അത്രയും ഒരു ലെവലായപ്പോൾ പിന്നെ എനിക്ക് ഫാമിലിയുടെ ഇത് നോക്കണ്ടേ. തന്റെ സർവീസ് കാലത്തെക്കുറിച്ച് തെറ്റായ റിപ്പോർട്ടുണ്ടാക്കാൻ IG ശ്രമിക്കുകയാണെന്നും സുനിൽ ജേക്കബ് ആരോപിച്ചു. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. വിഷയത്തിൽ നമ്മോടൊപ്പം സുനിൽ ജേക്കബ്, മുൻ SP DCP ഹരിശങ്കർ, ബെന്നി ജനപക്ഷം, ഒപ്പം തന്നെ സുനിൽ കുമാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ സുനിൽ ജേക്കബ്, താങ്കളൊരു സമാന്തര പോലീസ് പ്രവർത്തിപ്പിക്കുന്നുണ്ടോ സെൻട്രൽ പോലീസ് സ്റ്റേഷന് തൊട്ടു മുന്നിൽ? സമാന്തര പോലീസ് സ്റ്റേഷൻ അല്ല പ്രവർത്തിപ്പിക്കുന്നത്. ഞാൻ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് അനുസൃതമായി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ആണ് പ്രവർത്തിക്കുന്നത്. ലൈസൻസ് എല്ലാം എടുത്ത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഞാൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിന് ദേശദ്രോഹപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ രാജ്യരക്ഷയോ പറ്റിയുള്ളതോ ആയിട്ടുള്ള കേസുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കേസുകളും ഇന്ത്യയിലെ എല്ലാ ഇതുപോലെയുള്ള പ്രൈവറ്റ് ഏജൻസികളും അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ഇവിടെ അന്വേഷിക്കുന്നത്, എനിക്ക് അത്രയും വലിയ അന്വേഷണത്തിലുള്ള സാധ്യതകളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിക്കുന്നത് ചില ബാങ്കുകൾ നമ്മളോട് ഈ അവിടുന്ന് ലോൺ എടുക്കാൻ വരുന്നവരുടെ സാമ്പത്തിക സ്ഥിതി, അതുപോലെ ചില കല്യാണാലോചനകൾ വരുമ്പോഴുള്ള അങ്ങനെയുള്ള ചെറിയ ചെറിയ കേസുകളെ എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെയുള്ള കേസുകൾ, കോർപ്പറേറ്റുകളുടെ കേസുകളൊക്കെ ആയിട്ടാണ് ഞാൻ നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിലെ കേസുകളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ശ്രീ സുനിൽ ജേക്കബ്, അന്വേഷണത്തിലിരിക്കുന്ന പല കേസുകളും താങ്കൾ ഒത്തുതീർപ്പാക്കുന്നു. സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സേവനം താങ്കൾ അതിനുവേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റി താങ്കൾ ഗുണ്ടകളെ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ്. ഇത് ആക്ഷേപമല്ല ശ്രീ സുനിൽ ജേക്കബ്. പകരം പോലീസ് ഒരു അന്വേഷണം നടത്തി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വഴി കോടതിയെ അറിയിച്ച വസ്തുതയാണ്. ഞാൻ ഒരു 5 മാസം മുമ്പ് എന്നെ ഇതുപോലെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പരാതി ബഹുമാനപ്പെട്ട DGP അവർക്ക് അയച്ചു. അതിനുശേഷമാണ് ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു ശ്രീ സുനിൽ ജേക്കബ്, ഇത് ആരോപണമായി നമുക്ക് കാണാനാകില്ല. നമ്മുടെ സ്റ്റേറ്റ് ഒരു അന്വേഷണം നടത്തി കോടതിയിൽ അറിയിക്കുന്ന കാര്യങ്ങൾ അത് അന്തിമ ശരി എന്ന് പറയാനാകില്ല എങ്കിൽ തന്നെയും അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പോലീസിൻ്റെ അഭിപ്രായമാണ്.
അല്ല, പോലീസിന്റെ അഭിപ്രായമായിക്കോട്ടെ. അവർക്ക് അതിന് തെളിവുകളുണ്ടെങ്കിൽ അത് അന്വേഷിച്ച തെളിവുകൾ സഹിതം കോടതി ചോദിച്ചിട്ടുണ്ടല്ലോ. അവരോട് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരെനിക്കെതിരെ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരതെല്ലാം അലിഗേഷൻസ് എല്ലാം കോടതിയിൽ എഴുതി കൊടുക്കട്ടെ. ഞാനത് വായിച്ചു നോക്കിയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനതിന് മറുപടി പറയാം. ഞാൻ പോലീസ് സ്റ്റേഷനിലെ ഒരു കേസുകളും ഇവർക്ക് എനിക്കെതിരെ പറയാൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് എങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചതല്ലാതെ? എന്തായാലും അത് ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിക്ക് മുമ്പാകെ ഇത്രയും വസ്തുതകൾ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് താങ്കൾ അവിടെ രേഖാമൂലം എഴുതി നൽകുകയോ അല്ലെങ്കിൽ താങ്കളുടെ അഭിഭാഷകൻ മുഖേന അത് അറിയിക്കുകയോ ചെയ്യുക എന്നതും മാത്രമേ നിവൃത്തിയുള്ളൂ. ഞാൻ എഴുതി കൊടുക്കാം എന്ന് പറയുന്നതിലൂടെ എഴുതി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണല്ലോ സ്വാഭാവികമായി താങ്കൾ ചെയ്യേണ്ടി വരുന്ന കാര്യം. അത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ താങ്കൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ ഒരു മുൻ പോലീസുകാരൻ എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു വിഷയം ഉന്നയിക്കപ്പെടുന്നില്ലേ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്നില്ലേ? അതിനെന്താണ് മറുപടി? ഞാൻ ഒരിക്കലും പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിനകത്തും ഞാൻ ഇടപെട്ടിട്ടില്ല. കഴിഞ്ഞ കുറേ നാളുകളായി, മാസങ്ങളായി, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലായി പോലീസ് സ്റ്റേഷനിലുള്ള ആരുമായിട്ടും ഞാൻ ബന്ധപ്പെടാറുമില്ല. വഴി വെച്ച് ഞാൻ പാസ് ചെയ്ത് പോകുന്നത് കണ്ട് ചിലപ്പോൾ അവർ മൊബൈലിൽ വിളിക്കുക, എവിടെ എപ്പോൾ സാർ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞു. 3-4 പോലീസുകാരെ ജില്ലയ്ക്ക് പുറത്ത് സ്ഥലം മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. അവര് ജില്ലയ്ക്ക് 6 മാസം മുമ്പ് തന്നെ അതിനകത്ത് 2 ഉദ്യോഗസ്ഥന്മാരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൺട്രോൾ റൂമിലേക്ക് മാറ്റി. കൺട്രോൾ റൂമിലേക്ക് മാറ്റിയ ഉദ്യോഗസ്ഥന്മാർ പിന്നെ അവിടെ നിന്ന് എന്ത് രേഖകൾ ചോർത്താനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവരെ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റത്. അതൊക്കെ അവരുടെ വിഷയം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ മടങ്ങിയെത്താം. ശ്രീ സുനിൽ ജേക്കബ്, ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സുനിൽ ജേക്കബ് എറണാകുളം SP ആയിരുന്നു നേരത്തെ. സുനിൽ ജേക്കബ് എറണാകുളത്തെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ സ്വന്തമായ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി വയ്ക്കുകയും അവിടെ എന്താണോ സംസ്ഥാന പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ തീർപ്പാക്കുന്നു. അതിനുവേണ്ടി സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സേവനം തേടുന്നു. സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു, അവരുടെ മറ്റ് സേവനങ്ങൾ നേടുന്നു, അങ്ങനെ കേസുകൾ തീർപ്പാക്കി വിടുന്നു. മുമ്പ് 10-20 വർഷക്കാലം എറണാകുളം ജില്ലയിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് സുനിൽ ജേക്കബ്. അങ്ങനെ ഗുണ്ടകളുമായി നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് ഗുണ്ടകളെയും റിട്ടയർമെൻറ്റിന് ശേഷം ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ കുറ്റമാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസഫ് അലി ഇന്നലെ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ഒക്കെ കേട്ട കഥകൾ നമ്മുടെ നാട്ടിലും കേൾക്കാൻ വിടവരുന്നു. അങ്ങനെ വെറുതെ കേൾക്കുന്നതല്ല. പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി T. ആസഫ് അലി എന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിക്ക് മുമ്പാകെ നിരുപാധികം സമർപ്പിക്കുന്ന റിപ്പോർട്ടായി നമ്മുടെ മുന്നിൽ വരികയാണ്. ഇത് കേരളത്തിൽ സമീപകാലത്തുണ്ടായ മാറ്റമാണോ അതോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ കാര്യങ്ങൾ നേരത്തെയും നടന്നുകൊണ്ടിരുന്നത്? ഇതിന് അതിർവരമ്പുണ്ടോ? എൻ്റെ ചോദ്യം അവിടെയായി അവസാനിപ്പിക്കാൻ ഞാൻ. ഇതിന് അതിർവരമ്പുണ്ടോ? സാധാരണഗതിയിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഏജൻസികൾ എവിടെയൊക്കെ അന്വേഷിക്കാം എന്നത് സംബന്ധിച്ച് ഒരു അതിർവരമുണ്ടോ? പോലീസ് അന്വേഷിക്കേണ്ടത് എന്താണ്, ഈ തരത്തിലുള്ള പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികൾ അന്വേഷിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച്? അല്ല, ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി എന്നൊക്കെ പറയുന്നത് ഒരു പേര് മാത്രമാണ്. ഇവിടെ എറണാകുളത്ത് ദീർഘകാലം പല തസ്തികകളിൽ തുടർച്ചയായി ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഈ സുനിൽ ജേക്കബ്. അദ്ദേഹത്തിന് സർവീസിലിരുന്ന കാലത്തും അത്ര പ്രശംസനീയമായ പ്രവൃത്തിയാണ് നടത്തിയിരുന്നത് എന്ന് പറയാൻ കഴിയില്ല. അന്നും ധാരാളം ആക്ഷേപങ്ങളും പരാതികളും ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹം സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു സമാന്തര പോലീസ് സർവീസ് ഗുണ്ടകളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപം അത് ഏതെങ്കിലും മാധ്യമപ്രവർത്തകനോ പൊതുപ്രവർത്തകനോ പറയുന്നതല്ല. അത് കേരള പോലീസ് അന്വേഷിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്ന കാര്യമാണ്. അതിന്റെ ശരിയും തെറ്റും ഇനി പരിശോധിക്കപ്പെടേണ്ടി വരും. ഇവിടെ കേരള പോലീസിന് വളരെ വികൃതമായ ഒരു മുഖമുണ്ട്, വളരെ ഭയപ്പെടുത്തപ്പെടേണ്ടതായ മുഖമുണ്ട്. ആ മുഖം തന്നെയാണ് സുനിൽ ജേക്കബും ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് മുള്ള പറഞ്ഞല്ലോ, യൂണിഫോം ഇട്ട സംഘടിത ഗുണ്ടകളാണ് പോലീസ് എന്ന് പറഞ്ഞെങ്കിൽ അത് കേരളത്തിനും ബാധകമാണ് എന്ന് നമുക്ക് ബോധ്യം വരുന്ന രീതിയിലുള്ള പല പേരുകളും സമീപകാലത്ത് കേട്ടു. ആ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുതുതായി കേട്ടൊരു പേര് മാത്രമാണ് സുനിൽ ജേക്കബ് എന്നുള്ളത്. ഈ കേട്ട കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് നമ്മെ ഭയപ്പെടുത്തണം എന്ന് മാത്രമല്ല,
കേരള പോലീസിനെ ആകമാനം ഉടച്ചു വാർക്കുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് നീങ്ങേണ്ടി വരും. തുടരുക ദയവായി. DCP ഹരീഷ് ശങ്കർ, എറണാകുളം DCP ഹരീഷ് ശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹരീഷ് ശങ്കർ, എന്ത് ആക്ഷേപമാണ് സുനിൽ ജേക്കബിനെതിരെ പോലീസിന് ഉള്ളത്? അല്ലെങ്കിൽ ആ ആക്ഷേപങ്ങളാണല്ലോ ഇന്നലെ ഹൈക്കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. എനിക്കറിയേണ്ടത്, ഇത് പോലീസ് അന്വേഷണത്തിൻ്റെ ഇത് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യങ്ങളാണോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസഫ് അലി മുഖാന്തരം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്നാണ്? ഇതൊരു ഇന്റേണൽ വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു റെപ്രസെന്റേഷൻ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇത് ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിലൊരു ഇന്റേണൽ വിജിലൻസ് യൂണിറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ആ യൂണിറ്റിന്റെ നടത്തിയ പരിശോധനകളുടെ ഫലമായിട്ട് ഒരു റിപ്പോർട്ട് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള സംഭവം. ശ്രീ സുനിൽ ജേക്കബ്, ഇത് ആരുടെയെങ്കിലും ഒരു ആക്ഷേപമല്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. അതുതന്നെയാണ് DCP ഹരീഷ് ശങ്കർ ഇപ്പോൾ ശരിവെക്കുന്നതും. സുനിൽ ജേക്കബ്, തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ കോടതിയിൽ ഹാജരാക്കിക്കോട്ടെ. എനിക്ക് സത്യസന്ധമായിട്ടാണ് ഞാൻ അവിടെ ഇതിനു മുൻപും പോലീസിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. പ്രശംസനീയമായ പ്രവൃത്തിയല്ല താങ്കളുടെ ഭാഗത്തു നിന്ന് പോലീസിൽ നേരത്തെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. അതിൻ്റെ ഒരു തെളിവ് താങ്കൾ ആവശ്യപ്പെടുകയാണ് എങ്കിൽ ഫയാസിന്റെ ബൈക്കിലിരുന്നത് താങ്കളായിരുന്നു അല്ലേ? ഫയാസിന്റെ ബൈക്കിലിരുന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ ഏജൻസികളും അന്വേഷിച്ചതിന് ശേഷം എനിക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ വിട്ടത് എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് കൊണ്ടുവന്ന് വെച്ച ഒരു ബൈക്കിൽ യൂണിഫോമിൽ സ്റ്റേഷന്റെ മുൻപിൽ ഇരിക്കുന്ന ഒരു പടമാണ് പുറത്തു വന്നത്. അത് ബൈക്ക് അവിടെ വെച്ചത് കൊണ്ട്, ഫോറിൻ ബൈക്ക് ആയതുകൊണ്ട് അതിൽ ഒരു പ്രത്യേക കൗതുകം തോന്നി കയറിയിരുന്ന് താക്കോല് കൊണ്ട് ഞാനൊന്ന് തിരിച്ചു നോക്കിയ 1 സെക്കൻഡ് സമയം അല്ലെങ്കിൽ 2 സെക്കൻഡ് സമയം, ആ സമയത്ത് എന്റെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഞാൻ അയാളുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു വിദേശ ബൈക്കുണ്ട്, അതിൽ ഇരുന്നപ്പോൾ ഒരാൾ ഫോട്ടോ എടുത്തത് ഞാൻ കണ്ടില്ല. അത് പ്രചരിച്ചപ്പോൾ ഞാൻ കുറ്റാരോപിതനായി. പിന്നീട് അന്വേഷണ ഏജൻസികളെല്ലാം തന്നെയും അക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും അവരൊന്നും തന്നെ തൻ്റെ മേലിൽ കുറ്റം കണ്ടെത്തുകയും ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ MR അജിത് കുമാറിന് കുറ്റം ആരോപിക്കുമ്പോൾ MR അജിത് കുമാർ വളരെ കാലമായി തന്നെ പകയോടുകൂടി തന്നോട് പെരുമാറുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ MR അജിത് കുമാറിനെതിരെയും താങ്കൾ എന്തോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്താണത്? ഞാൻ അദ്ദേഹത്തിനെതിരെ, ഞാൻ വളരെ ഡിസിപ്ലിൻ ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആയിരുന്നു. അദ്ദേഹത്തിന് എതിരെ ചില ചാനലുകളിൽ പറഞ്ഞ ചില പരാമർശങ്ങൾ ഞാനാണ് അദ്ദേഹത്തിനെതിരെ. ഏത് പരാമർശങ്ങൾ? അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ മോശപ്പെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ല. സരിത വിഷയത്തിൽ MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ യഥാർത്ഥത്തിൽ മീഡിയയ്ക്ക് ചോർത്തിക്കൊടുത്തത് താങ്കളായിരുന്നോ? ഞാനല്ല. ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല. ഞാൻ ട്രിവാൻഡ്രത്ത് SCRBയിലെ SP ആണ് അദ്ദേഹം. ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിന് 10 മിനിറ്റ് അന്വേഷിച്ചാൽ ഞാൻ ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാകുന്നതായിരുന്നു. MR അജിത് കുമാർ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെച്ചിട്ടാണോ താങ്കളോട് ശത്രുതാപരമായി പെരുമാറുന്നത്? ഞാൻ ഏത് വിഷയമാണെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് അദ്ദേഹത്തെ മോശപ്പെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ല. അദ്ദേഹം കാക്കിയിടുന്നൊരു മനുഷ്യനാണ്, ഞാൻ കാക്കിയിട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ വിഷയങ്ങളൊന്നും മോശപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചില പരാമർശങ്ങൾ മാത്രം ഞാൻ പറയാം. അത് ചാനലുകളിൽ വന്നത് എന്റെ കുഴപ്പം കൊണ്ടല്ല, ഞാനും അത് കണ്ടു എന്ന് മാത്രം. ആ ചാനലിൽ തന്നെ എന്നെ പറ്റിയും വീണ്ടും വന്നു. അങ്ങനെ എനിക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ എനിക്കെതിരെ ആ ചാനലിൽ വരുമോ? ഞാൻ അദ്ദേഹത്തിനെതിരെ യാതൊന്നും ചെയ്തിട്ടില്ല, വെറും തെറ്റിദ്ധാരണയാണ്. തുടരുക. ശ്രീ ഹരീഷ് ശങ്കർ, അങ്ങനെ ഒരു ആക്ഷേപമാണ് സുനിൽ ജേക്കബ് ഉന്നയിക്കുന്നത്. MR അജിത് കുമാറിനെതിരെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത, സരിത കേസിൽ തന്നെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത, ആ വാർത്ത താനാണ് മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് എന്ന് കരുതിയാണ് MR അജിത് കുമാർ ശത്രുതാ മനോഭാവത്തോടുകൂടി പോലീസ് സേനയെ ഉപയോഗിച്ച് തനിക്കെതിരെ ചെയ്യുന്നത് എന്നാണ് മുൻ SP സുനിൽ ജേക്കബിൻ്റെ വിമർശനം. അതാണ് അദ്ദേഹം കോടതിയിൽ പറയാനും പോകുന്നത്. അങ്ങനെ വ്യക്തിവിദ്വേഷങ്ങളാണോ ഈ കാര്യങ്ങളിലൊക്കെ എത്തിക്കുന്നത്? തീർച്ചയായും അല്ല എന്നുള്ളതാണ് എന്റെ നിഗമനം. അദ്ദേഹം ഒരു IG ആണ്, ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ്.
അദ്ദേഹത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ എന്നെ പോലെ ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. ശരിയാണ്, അത്തരം കാര്യങ്ങളിലേക്ക് താങ്കൾ പോകണ്ട. പക്ഷേ ശ്രീ ഹരിശങ്കർ, ഇവിടെ പോലീസ് ചീഫിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഒരു അന്വേഷണമാണിത്. ഒരിക്കലും റേഞ്ച് ശ്രീ സുനിൽ ജേക്കബ്, അത് താങ്കൾ നേരത്തെ വ്യക്തമാക്കിയല്ലോ. ഇവിടെ ഒരു സമാന്തര അന്വേഷണ ഏജൻസി വെക്കുന്നതുകൊണ്ട് എന്താണ് പോലീസിന് കുഴപ്പം? സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഡിറ്റക്റ്റീവ് ഏജൻസികൾ നമ്മുടെ നാട്ടിൽ പലയിടത്തുണ്ടല്ലോ. അവർ നോക്കുന്നത് അതിലേക്ക് വരാം. ഒരു സമാന്തര അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞത് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിലും സീനിയർ ഓഫീസേഴ്സിലും വരുന്ന പരാതിക്കാരുടെ ഡീറ്റെയിൽസ് അവിടെ നിന്നും പല കാരണങ്ങൾ കൊണ്ട് മറ്റ് ഏജൻസികളിലേക്ക് ചോരുകയും ആ പരാതിക്കാരെ സമാന്തര അന്വേഷണ ഏജൻസികൾ വിളിച്ചു വരുത്തി ആ പരാതികൾ സെറ്റിൽ ചെയ്യുകയും അതിന് ആദായം കൈപ്പറ്റുകയും അതുപോലെ അത്തരം സെറ്റിൽമെന്റിന് വഴങ്ങാത്തവരെ നമ്മുടെ പോലീസിലും അതുപോലെ നമ്മുടെ പോലീസിലല്ലാത്തതുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് സമ്മർദ്ദങ്ങൾ ചെലുത്തി നമ്മൾ പറയുന്ന സെറ്റിൽമെന്റിലേക്ക് വഴങ്ങി ഒന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം വന്നു കഴിഞ്ഞിട്ട് അത് പോലീസിനും നിയമവ്യവസ്ഥയ്ക്കും ഒരു വലിയ ചലഞ്ചാണ്. അങ്ങനെ ഒരു സമാന്തര ഏജൻസിയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായും 100% പറയാൻ കഴിയില്ല. കാരണം ആ മാറ്റർ അണ്ടർ ഇൻവെസ്റ്റിഗേഷനാണ്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഈ സ്റ്റേജിൽ അതിനെക്കുറിച്ച് ഒരു കമന്റ്സും നമുക്ക് പറയാൻ സാധിക്കില്ല. ഹരിശങ്കർ, ഇതിനകം തന്നെ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ DGP ഹൈക്കോടതി അറിയിച്ചതാണ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു പരാതിക്കാരുടെ ഡീറ്റെയിൽസ് പുറത്തുള്ള ഏജൻസി സംഘടിപ്പിച്ച് ആ പരാതിക്കാരെ വിളിച്ചു വരുത്തി നമ്മുടെ സ്വാധീനവും പോലീസിലും വെളിയിലുമുള്ള സ്വാധീനം ഉപയോഗിച്ച് ആ പെറ്റീഷനേഴ്സിന് ഒരു ഫോഴ്സ്ഫുൾ സെറ്റിൽമെന്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് കോടതിക്കും പോലീസിനും നിയമവ്യവസ്ഥയ്ക്കും ഒക്കെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് എക്സിസ്റ്റ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ശ്രീ സുനിൽ ജേക്കബ്, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയതിൽ കൂടുതൽ വിവരങ്ങളാണ്, കൂടുതൽ ഗുരുതരമായ വിവരങ്ങളാണ്. ഉണ്ടോ താങ്കൾ ടെലിഫോൺ ലൈനിൽ? ഞാനുണ്ട്. ഞാൻ പറയാം. സാധാരണഗതിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാളെ വിളിച്ചാൽ അയാൾ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം റിട്ടയർ ചെയ്തു പോയ ഞാൻ ഒരാളെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിൽ പകരം എന്റെ ഓഫീസിലിരുത്തി അയാളോട് നിർബന്ധം ചെലുത്തി അയാളുടെ അടുത്തുനിന്ന് പണം വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം നിയമവിരുദ്ധമായി ചെയ്യുകയോ ചെയ്താൽ അപ്പൊ തന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കില്ലേ? പ്രത്യേകിച്ച് എറണാകുളം പോലൊരു സിറ്റിയിൽ അത്രയ്ക്ക് ബോധമില്ലാത്തവരാണ് അവിടെ ഉള്ളത്. ഇത്രയും വക്കീലന്മാരും ബോധമോ അബോധമോ ഒന്നും അല്ല. ഞാൻ ഒരു കാര്യം ശ്രീ ഹരിശങ്കർ പറഞ്ഞതിൽ നിന്ന് ഊഹിച്ചെടുത്തു കൊള്ളട്ടെ, അല്ലെങ്കിൽ അത് ആവർത്തിച്ചു കൊള്ളട്ടെ, ഊഹിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ ഒരാൾ ചെന്ന് പരാതി കൊണ്ടു കൊടുക്കുന്നു, താങ്കൾ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത് തന്നെ മറ്റൊരു സമാന്തര പോലീസ് സ്റ്റേഷൻ നടത്തുന്നു. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരാൾ പരാതി കൊണ്ട് കൊടുത്താൽ താങ്കൾക്ക് പോലീസുകാരിൽ നിന്ന് തന്നെ ആ പരാതി എന്താണ്, ആരാണ് ആ പരാതിക്കാരൻ, ആരൊക്കെയാണ് എതിർകക്ഷികൾ എന്ന് സംബന്ധിച്ച് വിവരം കിട്ടുന്നു. അപ്പോൾ താങ്കൾ എന്ത് ചെയ്യുന്നു? ഈ പരാതിക്കാരനെ താങ്കളുടെ സമാന്തര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അത് സെറ്റിൽമെൻറ്റിന് വിധേയമാക്കുന്നു. എങ്ങനെ? പോലീസുകാരാലും പോലീസുകാരല്ലാത്തവരാലും എന്ന് പറയുമ്പോൾ ഗുണ്ടകളാൽ. അങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ സെറ്റിൽമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കേസുകളിൽ താങ്കൾ സമാന്തര പോലീസ് സ്റ്റേഷൻ വഴി നടത്തുന്നു എന്നാണ് ഇവിടെ ആക്ഷേപം. വളരെ മനോഹരമായ കഥകൾ മെനയാൻ മിടുക്കരാണ് ഇവരെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കേസെങ്കിലും എനിക്കെതിരെ അങ്ങനെ ഞാൻ ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്താൽ ഒരു പരാതി അല്ലെങ്കിൽ ഒരു കേസെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെടില്ല എനിക്കെതിരെ. തുടരുക ശ്രീ ഹരിശങ്കർ. അങ്ങനെയാണ് എങ്കിൽ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നതാണ്, ആ പരാതിയാണ് ഇവിടെ സുനിൽ ജേക്കബ് സമാന്തര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തീർപ്പാക്കുന്നത് ഗുണ്ടകളുടെ സഹായത്തോടുകൂടി ഒരു ഫോഴ്സ്ഫുൾ സെറ്റിൽമെൻറ്റ് അവിടെ സുനിൽ ജേക്കബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാതി നിങ്ങളുടെ കയ്യിലുണ്ടോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ വിഷയങ്ങളെല്ലാം നിലവിൽ ഒരു ഉന്നത അന്വേഷണ ഏജൻസി പോലീസിൽ തന്നെയുള്ള ഇന്റേണൽ വിജിലൻസ് യൂണിറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു മാറ്ററാണ്. അപ്പോൾ അതിലെന്തൊക്കെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് ആ പരാതിക്കാർ, ആരൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രീ സുനിൽ ജേക്കബ് ചെയ്തതാണോ അല്ലയോ എന്ന് വരെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സുനിൽ ജേക്കബിന്റെ മേൽ FIR ഇട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പരാതിയുടെ പുറത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊതുകുറ്റത്തിന്റെ പുറത്ത്? ഇല്ല.
ഇതൊരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ബേസ് ചെയ്തിട്ട് ചില നിഗമനങ്ങളിലെത്തുകയും ആ നിഗമനങ്ങളുടെ ബേസ് ചെയ്തിട്ട് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലിരിക്കുകയും അതൊരു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് മാത്രമാണ്. ആ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പുറത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയ വരെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു പരാതിയായി സ്വീകരിച്ച് അതിൽ FIR ഇടുകയും സുനിൽ ജേക്കബിനെ അതിൽ പ്രതിയാക്കുകയും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൽ വൈരനിര്യാതന ബുദ്ധി മാത്രം പ്രവർത്തിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് ഇതൊരു ഇഷ്യൂ ആക്കണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കുമോ, അതോ അതിൻ്റെ സാധാരണ നടപടിക്രമങ്ങളുടെ ഒരു ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവിടെ 2 പോലീസുകാർ ട്രാൻസ്ഫറിനെ തുടർന്നാണല്ലോ ഈ വിഷയം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. തനിക്കെതിരെ ശത്രുതാപരമായ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് സംശയിച്ചതും ആരോപണം ഉന്നയിച്ചതും സുനിൽ ജേക്കബ് തന്നെയാണ്. അതിന് മറുപടി എന്ന നിലയിലാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ പോലീസ് ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്, അത് DGP മുഖേന. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഇനി ഇത് എങ്ങനെയെങ്കിലും അങ്ങ് അവസാനിപ്പിക്കാം, ആ ഫയൽ ക്ലോസ് ചെയ്ത് കളയാം എന്ന് എനിക്ക് കരുതാൻ നിവൃത്തിയില്ല. കാരണം ഹൈക്കോടതിയുടെ പരിശോധനാ വിഷയമായി ഇത് മാറിയിരിക്കുന്നു. ഹൈക്കോടതി സുനിൽ ജേക്കബിന്റെ കൂടി വാദം കേൾക്കും. അതിനുശേഷം ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഇത് മുന്നോട്ട് പോകേണ്ടി വരും. ഇത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതായ ക്രിമിനൽ കുറ്റം തന്നെയാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീ സുനിൽ ജേക്കബ്, ഒരു FIR പ്രതീക്ഷിക്കേണ്ടതാണ്. താങ്കൾ ഇവിടെ തീരുന്നില്ല. താങ്കളുടെ പരാതിയിലാണ് DGP ഇപ്പോൾ ഹൈക്കോടതിയെ സർക്കാരിൻ്റെ അഭിപ്രായം പോലീസ് ചീഫിൻ്റെ അന്വേഷണം അറിയിച്ചിട്ടുള്ളത് എങ്കിൽ അതിനപ്പുറത്തേക്ക് ഇത് പോകുമെന്നുള്ള ബോധ്യം ഉണ്ടല്ലോ അല്ലേ താങ്കൾക്ക്? എനിക്കെതിരെ അങ്ങനെ എന്തെങ്കിലും നടപടികളുണ്ടെങ്കിൽ ഞാനത് കോടതിയിൽ പറഞ്ഞോളാം. ഞാൻ ഈ പറയുന്ന യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. ഇത് വെറുതെ എനിക്കെതിരെ അതിമനോഹരമായൊരു കഥ കെട്ടിച്ചമച്ച് എന്നെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റു എങ്ങും നീതി കിട്ടാതെ വന്നപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ സമീപിച്ചത്. ശ്രീ ബെന്നി, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ സുനിൽ ജേക്കബ് 10-20 വർഷക്കാലം എറണാകുളത്ത് ജോലി ചെയ്തിട്ടുള്ളയാളാണ്. പോലീസ് ഉദ്യോഗസ്ഥരും എറണാകുളത്തെയോ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരുന്നവരോ ആയിട്ടുള്ള ഗുണ്ടകളും തമ്മിൽ നല്ല ബന്ധമാണ്. സ്വാഭാവികമായും ഉദ്യോഗസ്ഥ കാലഘട്ടത്തിൽ ഇവരുമായി നല്ല ബന്ധമുണ്ടാക്കുക, അവർക്ക് അങ്ങോട്ട് സഹായം ചെയ്തു കൊടുക്കുക, റിട്ടയർ ചെയ്തതിന് ശേഷം ഇവരുടെ സഹായത്തോടു കൂടി റിട്ടയർമെൻ്റ് ജീവിതം സുരഭിലമാക്കുക, ഈ രീതിയാണോ സുനിൽ ജേക്കബ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എനിക്ക് ഒരു മിനിറ്റ് തന്നെ, ഞാനൊരു 18 വർഷമായിട്ട് പോലീസിൻ്റെ നല്ലൊരു ഇൻഫോമറായിരുന്നു DGP ഹോർമിസ് തരയൻ സാർ ഉള്ളപ്പോൾ തൊട്ട്. അതിനുശേഷം ഇവിടം വരെ ഞാൻ കണ്ടതിൽ ലോകത്ത് ഏറ്റവും നല്ല പോലീസ് കേരള പോലീസാണെങ്കിലും ഏറ്റവും വൃത്തികെട്ട പോലീസും കേരള പോലീസാണ്. 15-18 വർഷമായി പൊതുപ്രവർത്തനം ചെയ്യണ എന്നെ ഈ കുറച്ച് നാൾ മുമ്പ് വടിവാള് കാണിച്ച് 2 പഴയ മൊബൈൽ ഫോൺ തട്ടാൻ ശ്രമിച്ചു എന്ന് പോലീസ് FIR ഇടുകയും കേസെടുക്കുകയും ചെയ്തിട്ട് മജിസ്ട്രേറ്റ് നേരിട്ട് വിളിച്ച് ശാസിച്ചു വിട്ടതാണ് ഇപ്പോഴത്തെ ഷാഡോ പോലീസിന്റെ വലിയൊരു ഉദ്യോഗസ്ഥൻ. ഞാൻ പറഞ്ഞു വരുന്നത്, പോലീസിന്റെ അകത്ത് ഇപ്പോൾ തന്നെ സുനിൽ ജേക്കബിനെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ സുനിൽ ജേക്കബ് എന്താ പറയുന്നത്? അജിത്തിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എൻ്റെ ആയ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അജിത് കുമാറിനെ കുറിച്ച് കുറെ അലിഗേഷൻ ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തെ കുറിച്ച് സുനിൽ ജേക്കബിനെ കുറിച്ച് അജിത്തും പറയുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ പറയണ ഈ 2 ഉദ്യോഗസ്ഥരെ കുറിച്ചും കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. ഞാൻ മനസ്സിലാക്കിയത് പരസ്പരം സരിത തൊട്ട് വലിയ ഹവാലപ്പണം ഇടപാട് ചെയ്തതും ഒക്കെ വെച്ചിട്ട് നമ്മുടെ പോലീസിന് ഇത്ര മീറ്റർ ചലിക്കാനുള്ള ചങ്ങലയുള്ളു. IPS ഉദ്യോഗസ്ഥന്മാര് ഒരു സെർവന്റും സ്ലേവും മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വെപ്പണാണ്. IG ജേക്കബ് തോമസ് വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ് ഓഫീസർ, 2 ഗോൾഡ് മെഡല്, ഡോക്ടറേറ്റ്. അദ്ദേഹത്തിന് ഇന്നവരെ യൂണിഫോം. ശരി, അതൊക്കെ IG ജേക്കബ് തോമസിന്റെ ഒക്കെ മറ്റു വിഷയങ്ങൾ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണല്ലോ. അതിലേക്ക് പോകാതെ ശ്രീ ബെന്നി, എറണാകുളത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, എറണാകുളത്ത് ഏറ്റവും എറണാകുളത്ത് ഈ ഗുണ്ടാബന്ധം, പോലീസിന്റെ ഗുണ്ടാബന്ധം ഏറ്റവും ശക്തമാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ തഴച്ചു വളരാൻ കഴിയുന്നത്. ഇവിടെ അതാണ് വിഷയം. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല ഗുണ്ടാബന്ധമുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണോ സുനിൽ ജേക്കബ്? പക്ഷെ ഞാൻ എൻ്റെ ഒരു അന്വേഷണത്തിൽ കണ്ടത്, സുനിൽ ജേക്കബ് തേവര സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ
ഫൈനാൻസ് കമ്പനികളെ കൺട്രി വൈഡ് പോലെ ബോംബെ എന്ന് വന്ന അധോലോകം, ചിലപ്പോൾ ഗുണ്ടകളെ വെച്ചിട്ടായിരിക്കും, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ഫൈനാൻസുകാരെയും ഗുണ്ടകളെയും ഒതുക്കിയത് വിഷം കൊണ്ടെടുക്കുക എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സുനിൽ ജേക്കബ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫൈനാൻസുകാരെയും പാരലൽ ബെന്നി, താങ്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും പാമ്പ് കടിച്ചാൽ ആന്റിവെനം ഉപയോഗിക്കേണ്ടി വരും എന്നതുപോലെ ഒരു വിഷത്തെ എടുക്കാൻ, ഒരു ഗുണ്ടയെ എടുക്കാൻ താങ്കളെയാണ് ഉപയോഗിച്ചത് എന്ന നിലയിലാണ് ആ വിഷയത്തെ കാണുന്നത്. എനിക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ കൂടുതൽ കാലം അവിടെ എറണാകുളത്ത് ഇരുന്നു, കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. അപ്പോൾ ഈ ശത്രുക്കളെല്ലാം കൂടെ ഒന്നിച്ച് പലപ്പോഴായി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷവും നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്ത എല്ലാ പ്രവൃത്തികളെയും മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ എല്ലാ പോലീസുകാരുടെയും ജീവിതാവസാനത്തിൽ അല്ലെങ്കിൽ സർവീസിന്റെ അവസാനത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പഴികേട്ട് പോവുക എന്നുള്ളതാണ് അതിന്റെ ഒരു നടപടിക്രമം. അതുകൊണ്ട് ഞാൻ അല്ലാത്ത ഒരുപാട് ഉദ്യോഗസ്ഥരും നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ സുനിൽ ജേക്കബ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഗുണ്ടാബന്ധമുണ്ടോ താങ്കൾക്ക്? എനിക്ക് ഗുണ്ടകളെ, എറണാകുളം സിറ്റിയിലുള്ള പേരെടുത്ത എല്ലാ ഗുണ്ടകളെയും ഒരു തവണയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഓരോരുത്തരുടെ പേര് പറയൂ. പേര് ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നത് ശരിയല്ലല്ലോ. എറണാകുളത്തുള്ള കുപ്രസിദ്ധരായിട്ടുള്ള എല്ലാ ഗുണ്ടകളെയും ഒരു പ്രാവശ്യമെങ്കിലും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും. അങ്ങനെ വേണ്ടി വരുമല്ലോ. നമുക്ക് ബന്ധമുണ്ടാക്കാൻ ആദ്യം ഒന്ന് അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം അവരുമായി സൗഹൃദം സ്ഥാപിക്കുക, നീ പൊയ്ക്കോ എന്ന് പറയുക, ഇതൊക്കെയാണല്ലോ അതിന്റെ ഒരു രീതി. അതിന്റെ എല്ലാ മിക്കവാറും കേസുകളിൽ ശിക്ഷ വാങ്ങിച്ചവരാണെന്നുള്ളതാണ് അതിന്റെ സത്യം. ആരെയൊക്കെ താങ്കൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആർക്കൊക്കെ താങ്കൾ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്? എനിക്ക് അങ്ങനെ അവരെല്ലാവരുടെയും പേരെടുത്ത് ഞാൻ ചാനലിൽ പറഞ്ഞ് അധിക്ഷേപിച്ച് അവരെയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ശത്രുക്കളാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഗുണ്ടകൾ ശത്രുക്കളാണല്ലോ ഓൾറെഡി. അതെ, അവരെ വീണ്ടും ഞാൻ തന്നെ കുത്തി നോവിച്ചാലേ, പോലീസും കൂടെ എതിരായി കഴിഞ്ഞാലേ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റാതെ വരില്ലേ എവിടെയെങ്കിലും. ശ്രീ സുനിൽകുമാർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിലാപം എന്ന ഹെഡ്ലൈനിൽ നമുക്ക് ഇടാവുന്ന ഒരു കഥയാണിത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സുനിൽ ജേക്കബ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു, റിട്ടയർ ചെയ്താൽ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന്. മറുഭാഗം, അതായത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ഏതാണ് താങ്കൾ വിശ്വസിക്കുന്ന കഥ? ഇനിയിപ്പോൾ നിയമസഭ തുടങ്ങാൻ പോവുകയാണ്, അടിയന്തര പ്രമേയത്തിൻ്റെ പ്രളയം വരാൻ പോവുകയാണ്, അതിലൊന്നായിരിക്കും ഇത്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പഠിക്കുകയും ഈ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യേണ്ടതുണ്ട് MLA-മാർ. തീർച്ചയായിട്ടും ഈ കാര്യത്തെ പറ്റിയിട്ടുള്ള വിശദമായ അന്വേഷണം ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ നടത്തും. അത് സമാന്തരമായി തന്നെ നടത്തും. ഇത് സുനിൽ ജേക്കബ് എന്ന ഉദ്യോഗസ്ഥനെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിവെന്നുള്ള ആളല്ല. പക്ഷെ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നത്, നമ്മൾ ഈ കഥകളെല്ലാം വളരെ വിസ്മയത്തോടു കൂടി കേട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഇപ്പോൾ അത്ഭുതത്തോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഒരു ഓർമ്മ വന്നത്, ജേക്കബ് പുന്നൂസിനെ പോലെയുള്ള ഒരു DGP ഉള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞ കാര്യം, കേരളത്തിലെ പോലീസ് സേനയ്ക്കകത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ മുതൽ താഴെ കോൺസ്റ്റബിൾമാർ വരെയുള്ളവർക്കിടയിലുള്ള ക്രിമിനൽ ബന്ധത്തെ പറ്റിയാണ്. അത് അതീവ ഗുരുതരമായൊരു വിഷയമായി പോലീസിനകത്ത് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി. ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന DGP സെൻകുമാർ അദ്ദേഹത്തിന്റെ ഇന്റേണൽ വിജിലൻസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിലാണ് സമാന്തരമായ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾക്ക് ഒരിക്കലും ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന, ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റ് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയത്ത് സുനിൽ ജേക്കബിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സുനിൽ ജേക്കബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. റിട്ടയർ ചെയ്ത എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ജോലിക്ക് പോകുന്നില്ല. എന്നാൽ കുറേ പേര് ആളുകൾ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റി പോലീസ് സേന അദ്ദേഹം സമാന്തര പോലീസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും എന്നാൽ FIR ഇട്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനകത്ത് വലിയ വൈരുദ്ധ്യം കാണാണ്. പോലീസ് ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തിനനുസരിച്ചാണെങ്കിൽ സുനിൽ ജേക്കബ് ഇന്ന് ഈ ചാനൽ വന്ന് ചർച്ച ചെയ്യാൻ പോലും അദ്ദേഹം യോഗ്യനല്ല. അദ്ദേഹത്തെ പോലീസ് എപ്പോഴോ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. കാരണം സമാന്തരമായ ഒരു നിയമസംഹിതയെ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യം വളരെ വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ്.
ആ കുറ്റങ്ങൾ ചെയ്തുവെന്ന് DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കും മുമ്പ് തന്നെ ഇദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്യാൻ ഉത്തരവാദിത്തം ഈ പോലീസ് സേനയ്ക്കുണ്ടായിരുന്നു. എന്തുകൊണ്ട് പോലീസ് ഇന്ന് വരെയും അത്തരമൊരു നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെ നേരത്തെ ACP പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ ഇന്റേണൽ ആയിട്ടുള്ള ഒരു വിജിലൻസ് ആണ്. നമ്മുടെ പോലീസിൽ കേസെടുക്കണമെങ്കിൽ, ഇവിടെ ഒരു FIR ഇടണമെങ്കിൽ അന്വേഷണ ഏജൻസി ആയിരിക്കുന്ന ആൾ അന്വേഷിച്ച് ആ പോലീസ് സ്റ്റേഷൻ മുഖാന്തരമാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇത് ഇതൊരു നിയമാനുസൃതമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമല്ല വിജിലൻസ് എന്ന് പറയുന്ന ഇന്റേണൽ വിജിലൻസ്. ആ ഇന്റേണൽ വിജിലൻസിന്റെ കണ്ടെത്തലുണ്ടെങ്കിൽ പോലീസ് സേനയ്ക്ക് ചെയ്യേണ്ട നിയമ നടപടി കേവലം കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, ആ പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഗുണ്ടകൾ ആരൊക്കെയാണ്, ഏതൊക്കെ കാര്യത്തിൽ ഇടപെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കി വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി എന്തുകൊണ്ട് വൈകുന്നു എന്നൊരു അത്ഭുതമാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. സുനിൽ ജേക്കബ്, ഏതൊക്കെ തരം കേസുകളാണ് താങ്കൾ നോക്കുന്നത്? ഞാൻ സാധാരണ നോക്കുന്നത് ഇപ്പോൾ ബാങ്കുകൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ലോൺ കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി അന്വേഷിക്കാൻ പറയും. പിന്നെ ചില കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പേറ്റന്റ് ലംഘനം ഉണ്ടോ എന്ന് നോക്കാൻ പറയും. അവിടുത്തെ സ്ഥാപനങ്ങളിലേക്ക് ആൾക്കാരെ നിയമിക്കുന്നതിന് മുമ്പ് അവരുടെ സ്വഭാവം എന്താണെന്ന് അന്വേഷിച്ച് കൊടുക്കാൻ പറയും. ചിലപ്പോൾ ചിലർ വന്നിട്ട് കല്യാണം കഴിക്കാമോ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കാൻ പറയും. ഇതാണ് ഞാൻ സാധാരണ അന്വേഷിക്കുന്നത്. മറ്റ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികൾ ചെയ്യുന്നത് പോലെ ഞാൻ ആ സ്ഥാപനത്തിൽ ഇരുന്ന് അന്വേഷിക്കുന്നു. അത്തരം ചെറിയ കേസുകൾ അന്വേഷിക്കുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് എറണാകുളം സെൻട്രൽ സ്റ്റേഷന്റെ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിനും ഹൈക്കോടതിക്കും ഇടയിലുള്ള ഇത്രയും വലിയ ആഫീസ് ആവശ്യമുണ്ടോ? അത് വലിയ ആഫീസൊന്നുമല്ല, ഒരു ചെറിയ മുറി രണ്ടായിട്ട് തിരിച്ച് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ആ വലിയൊരു കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ പടിയിലാണ് എൻ്റെ ഓഫീസ് ഉള്ളത്. അതല്ലാതെ ഒരു വലിയൊരു ഓഫീസല്ല. ഇങ്ങനെ ഒരു ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടുത്തെ വാടക നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് താങ്കൾക്ക് നന്നായി അറിയാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന കേസുകളല്ല താങ്കൾ നോക്കുന്നത്. ഒരു കല്യാണത്തിനൊക്കെ എന്ത് കിട്ടും? അത് ഡിപ്പെൻസ്. ഓരോരുത്തർ വരുമ്പോൾ അവരുടെ നമ്മൾ അന്വേഷിച്ച് കൊടുക്കേണ്ടുന്ന ഓരോരോ വിവരങ്ങൾ അനുസരിച്ച് അതിന് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തും. ഇപ്പൊ ഞാൻ അതൊക്കെ ആ റേറ്റ് ഒക്കെ ഇപ്പൊ ഇതിനകത്ത് പറയുന്നത് വയർലെസ് സെറ്റ്, മറ്റേ പട്രോളിംഗ് വാഹനങ്ങൾ, ഇതൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഏതിനെയും നമുക്ക് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന് വിളിക്കാവുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് വരുന്ന ഈ പറയുന്ന കേസുകളായിരിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും അവരുടെ അടുത്ത് വരുന്ന കേസുകൾ നിയമലംഘനമാകാത്ത വിധത്തിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ആർക്കാണ് ഛേദം? അത് ശരിക്കും പറഞ്ഞാൽ ഏത് പൗരനും എന്തെങ്കിലും കുറ്റകൃത്യം നടന്നാൽ അതിനെപ്പറ്റിയുള്ള ഉള്ള വിവരങ്ങൾ അവർ തന്നെ സ്വാഭാവികമായിട്ട് അന്വേഷിക്കുക ചെയ്യാറുണ്ട്. നമ്മുടെ ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കളുടെ മറുപടി അക്കാര്യത്തിൽ? അല്ല, നിയമവിധേയമായി നിയമാനുസൃതം അത്തരം അന്വേഷണങ്ങൾ നടത്തുന്നതിനോ ബിസിനസ് ചെയ്യുന്നതിനോ തെറ്റൊന്നുമില്ല. പക്ഷെ അത് വളരെ അപകടം പിടിച്ച ഒരു മേഖലയാണത്. സ്വകാര്യ വ്യക്തികളുടെ സ്വകാര്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. അവിടെ ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് സുനിൽ ജേക്കബും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായ ധാരണയില്ല. ഹൈക്കോടതിയിൽ പോലീസിന് വേണ്ടി DGP ബോധിപ്പിച്ച കാര്യങ്ങളിൽ നിന്നുള്ള അറിവാണ് ഈ വിഷയത്തിൽ എനിക്കുള്ളത്. ആ അറിവ് അനുസരിച്ച് കൂടുതൽ അന്വേഷണം ഇവിടെ ആവശ്യമുണ്ട്. കുറ്റകരമായ പ്രവൃത്തികൾ സുനിൽ ജേക്കബിന്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഹൈക്കോടതിയിൽ ഉത്തരവാദിത്തത്തോടെ സർക്കാർ ബോധിപ്പിക്കുമ്പോൾ നമുക്ക് അത് ഒരു സാധാരണ ബിസിനസ് മാത്രമായി കരുതി തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായി വന്നിരിക്കുന്നത്. കൊച്ചി പോലെ വളരെ സൂക്ഷ്മമായ മാധ്യമ നിരീക്ഷണം നടക്കുന്ന, പൊതുപ്രവർത്തനം നടക്കുന്ന ഒരു നഗരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാതെ ഭീതി ഉളവാക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. ഇതൊരു പ്രതീകം മാത്രമാണ്. ശ്രീ സുനിൽ കുമാർ, നമ്മുടെ സാധാരണ ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ ഗുണ്ടകളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പണ്ട് കള്ളു കുടിക്കുന്നതും അല്ലെങ്കിൽ വേറെ അത്തരം അധാർമിക പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നമുക്ക് മുൻകാലങ്ങളിൽ ഒരു ധാരണയുണ്ടായിരുന്നു. അതൊക്കെയാണ് ആ അധാർമിക പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എങ്കിൽ ഇപ്പോൾ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ഈ അധാർമിക പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ സാധാരണ ഗ്രാമങ്ങളിൽ പോലും അവിടെ പുഴയിൽ നിന്ന് മണ്ണെടുക്കുന്ന കാര്യത്തിലായാലും മലകൾ ഇടിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെയും സമാന്തര പോലീസ് പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. പോലീസിൻ്റെ സ്റ്റേഷനിലേക്ക് ആളുകൾ എത്തുന്നത് അവർക്ക് എന്താണോ കിസ്തുള്ളത് അത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്തിന് നമ്മൾ ഒരു സുനിൽ ജേക്കബിനെ മാത്രം ഒറ്റയ്ക്ക് മാറ്റി നിർത്തി വേട്ടയാടണം? അല്ലെങ്കിൽ ഗവൺമെൻറ് അതിന് മാത്രം ഇത്രയധികം എനർജി ഉപയോഗിക്കണം?
അല്ല, ഇത് ഒരു സുനിൽ ജേക്കബിന്റെ മാത്രം പ്രശ്നമല്ല. ഇത് ഗവൺമെന്റ് പോലീസിന്റെ അലകും പിടിയും മാറ്റണം എന്നതിലേക്കാണ് ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, ഇവിടെ സമാന്തരമായ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, സമാന്തരമായ ഒരു ഗുണ്ടാ സംവിധാനം കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും മലയോര മേഖലയിലും ക്വാറി, അതുപോലെ തന്നെ മണൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ലോഡുകൾക്കും ഓരോ പ്രദേശത്തെ ഗുണ്ടകൾക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കണമെന്ന അലിഖിതമായ നിയമം നിലനിൽക്കുന്നൊരു സ്റ്റേറ്റാണ് കേരളം എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? ഇവിടെ പോലീസ് ഉണ്ടെങ്കിൽ പോലീസിന്റെ അറിവോടും പോലീസിന്റെ സമ്മതത്തോടും പോലീസിന്റെ ഒത്താശയോടും കൂടി തന്നെയാണ് കേരളത്തിലെ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ അവരുടെ ലോകങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരള പോലീസ് എന്ന് വിചാരിച്ചാൽ അവർ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നവരാണ്. പക്ഷേ കേരള പോലീസിന്റെ അറിവോടും ഒത്താശയോടും കൂടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുനിൽ ജേക്കബിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ കോടതി ഗവൺമെന്റ് തന്നെ നാണം കെട്ട് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്, സർക്കാർ പോലീസിന്റെ അറിവോടുകൂടി ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു SP അവിടെ സമാന്തര പോലീസ് സ്റ്റേഷൻ നടത്തുന്നുവെന്ന് ഒരു നാണവും മാനല്ലാതെ കോടതിയിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തിനാ പിന്നെ പോലീസ് എന്തിനാ അവിടെ ഇതായത്? അപ്പൊ പോലീസിനെ പോലും മറികടന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ കെൽപ്പുള്ളവരാണ് ഗുണ്ടകളും റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്ന് ഗവൺമെന്റ് തന്നെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരോടത്താണ് പോകേണ്ടത്? ഇത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ സുനിൽ ജേക്കബിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ മറികടന്നു പോവുകയല്ല, പക്ഷേ അതിനോടൊപ്പം എല്ലാം പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന ചർച്ച ഉയർത്തിവിടുകയാണ്. യഥാർത്ഥത്തിൽ ഈ പോലീസ് സ്റ്റേഷനുകൾ തന്നെ സമാന്തര നീതിന്യായ വ്യവസ്ഥയായി മാറുന്നില്ലേ? തീർക്കിവിടെ വാദിയെയും പ്രതിയെയും വിളിച്ച് ആ വാദിയും പ്രതിയും കേസ് തീർന്നു പോകുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന് വലിയൊരു കെട്ടും നൽകിയാണ് മടങ്ങുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യമല്ലേ? എല്ലാം ഒന്നിച്ച് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ഷിബിനി, ബെന്നിയോടാണ് ചോദ്യം. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. അതായത് കഴിഞ്ഞ ഒരു 10 കൊല്ലം അല്ലെ ഒരു 5 കൊല്ലത്തെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരെ എവിടെയൊക്കെ ഇരിക്കണം എന്നൊന്നറിയണം. ഞാനും ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. കുറെ ചെയ്തിട്ടുമുണ്ട്. ചാലക്കുടിയിൽ ഒരു അച്ഛനെ കുത്തിക്കൊന്നിട്ട് ഉത്തരം എന്ന പരിപാടിയിൽ NTVക്ക് വേണ്ടിയിട്ട് ഉത്തരം എന്ന പരിപാടിയിൽ ഒരു പ്രതിയും കൂടി ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയതാണ്. ശരിക്കും ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ പലപ്പോഴും പോലീസിനെ സഹായിക്കാറുണ്ട്. റിലയൻസിന്റെ മണ്ണെണ്ണ വന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ജീവൻ രക്ഷാ മരുന്നിൽ ജോൺ ഹോപ്കിൻസ് ഇന്ന് തിരുവനന്തപുരത്ത് വന്നു. അപ്പൊ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന് കുറെ കാര്യങ്ങൾ നല്ലത് ചെയ്യാനുണ്ട്. എവരി സിറ്റിസൺ ഹാവ് എ റൈറ്റ് ടു പ്രൊട്ടക്ട് അവർ നേഷൻ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ റിട്ടയർ ആയി കഴിഞ്ഞാൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവര് ഈ ഗുണ്ടകൾ ഇപ്പൊ ഈ റീസെന്റ് തന്നെ മെട്രോയുടെ യൂണിഫോം ഇട്ട് ഒരു കെട്ടിടം പണിതതും ഒരു പോലീസുകാരൻ്റെ കണ്ട് ഇപ്പൊ സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കുമല്ലേ. ഞാൻ പറയുന്നത് പോലീസിൽ ഒരു ഭയങ്കരമായ ഗുണ്ട സംഘമുണ്ട്. അത് എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, പണ്ടൊക്കെ പോലീസിൽ ഒരു 10% 20% വരുന്ന കറപ്റ്റഡ്. ഇപ്പോൾ പോലീസിൽ 80% കറപ്റ്റഡാ. പക്ഷെ പുതിയതായിട്ട് വന്നേക്കണ ചെറുപ്പക്കാര് കുറച്ച് മാന്യതയുണ്ട്. CI തൊട്ട് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർ കാണിച്ചു കൂട്ടുന്നതും അവർ സമ്പാദിച്ചു കൂട്ടുന്നതും ദൈവത്തെ ഓർത്ത് ഞാൻ പറയുവാണ്. ഞാൻ ജനങ്ങളും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളായതുകൊണ്ട് പറയുവാണ്, കാശ് പിഴിഞ്ഞു മേടിക്കുകയാണ്. വാദിയെ പ്രതിയാക്കും, ആടിനെ പട്ടിയാക്കും. എത്ര കേസുകൾ, എത്ര. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ സുനിൽ ജേക്കബിനെ കുറിച്ചും അജിത്തിനെ കുറിച്ചും കൃത്യമായ ഒരു അന്വേഷണം, നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് നോക്കണം. കാരണം പോലീസ് തെറ്റായ രീതിയിൽ പോയാൽ ഇവിടുത്തെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോണ, രാഷ്ട്രീയക്കാരല്ല. കാരണം ഇവര് ഈ ഗുണ്ടകളുടെ ഒപ്പം പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത് ശരിയാണ്. പക്ഷേ സുനിൽ ജേക്കബ് പോലീസ് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയ സ്ഥിതിക്ക് താങ്കൾ ഇപ്പോൾ നടത്തിവരുന്ന ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എന്റെ ബഹുമാനായ ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ആൾക്കാരും അതുമായിട്ട് കേരള ഹൈക്കോടതിയുടെ തൊട്ട് മുൻവശത്ത് തന്നെ പോലീസിന്റെ ഒക്കെ കണ്ണുവെട്ടിച്ച് എനിക്കിത് ചെയ്യാൻ പറ്റുക എന്ന് ഇവർ ആരോപിക്കുന്നത് എത്ര മൗഢ്യമാണെന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന്, താങ്കളുടെ രണ്ടാമത്തെ ചോദ്യം ഇടയ്ക്കാൻ വിട്ടുപോയി, ഒന്ന് പറയാമെങ്കിൽ ഞാൻ മറുപടി. പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന്? ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇത് മൗഢ്യമല്ല ശ്രീ സുനിൽ ജേക്കബ്, ഇത് പോലീസിന്റെ ഇന്റലിജൻസ് അന്വേഷിച്ച് കണ്ടെത്തി ഹൈക്കോടതിയിൽ അറിയിച്ച കാര്യമാണ്. അപ്പോൾ താങ്കൾ അത് കണ്ണുവെട്ടിച്ചു എന്ന് പറയാൻ കഴിയില്ല. കണ്ണുവെട്ടിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. അത് ഹൈക്കോടതിയുടെ മുന്നിലും ഈ പറയുന്ന മാധ്യമങ്ങളുടെ മുന്നിലും ആയതുകൊണ്ട്.
പോലീസിന്റെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ലീഗലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏജൻസി ഒന്നും അല്ല. അത് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പറയട്ടെ. അതല്ലാതെ അവിടെ ഇരുന്ന് താഴെ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതോ അല്ലെ പറയുന്നതനുസരിച്ച് ചെയ്യുന്ന ആൾക്കാരല്ല നമുക്ക് വേണ്ടത്. അങ്ങനെയാണോ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത്? താഴേക്കട മുകളിലുള്ള ഉദ്യോഗസ്ഥൻ പറയുന്നതിനനുസരിച്ചാണോ താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥനെ എഴുതുന്നത്? അതാണോ ഇന്റലിജൻസ് റിപ്പോർട്ടായി നമ്മൾ കാണുന്നത്? അതിപ്പോ നമുക്ക് കോടതിയിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അതെല്ലാം ഇപ്പൊ പരിശോധിക്കപ്പെടും. അല്ല, ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വരുന്ന റിപ്പോർട്ടുകൾ, അതായത് നമ്മൾ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ ഈ താഴെക്കടയിലുള്ള പോലീസുകാരനോട് മുകളിലിരിക്കുന്ന പോലീസുകാരൻ പറയുന്നു അങ്ങനെ ഒരു സാധനം എഴുതരൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് അയക്കുന്നതാണോ? കഴിഞ്ഞ 29 വർഷം പോലീസിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. ഇന്റലിജൻസിന്റെ മുഴുവൻ റിപ്പോർട്ടുകളെയും പറ്റിയല്ല പറയുന്നത്. പക്ഷെ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണയുള്ള ആളാണ്. ശരി, അപ്പോൾ അതിൽ നിന്ന് താങ്കൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയുണ്ട്. ഇനി എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ ശ്രീ സുനിൽ ജേക്കബ്. താങ്കളോട് എന്തായാലും പോലീസിന് ഈ നിലയിലാണ് താങ്കൾ പോലീസ് താങ്കളുടെ പ്രവർത്തനത്തെ കാണുന്നത്. അത് തുടർന്ന് കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ അതുകൊണ്ടാണ് എനിക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് പ്രൊട്ടക്ഷൻ? എനിക്ക് ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ എനിക്കെതിരെ ചില കുൽസിത പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും എന്നെയും എൻ്റെ ആൾക്കാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. അവസാനത്തെ ആശ്രയം എന്ന നിലയിൽ ഞാൻ ജോലി ചെയ്ത എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പല തവണ എല്ലാ മേലുദ്യോഗസ്ഥന്മാരോടും നേരിട്ടും ഫോൺ മുഖാന്തരവും പരാതി പറഞ്ഞതിന് ശേഷവും നടപടിയൊന്നുമില്ലാതെ വന്നപ്പോൾ എനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു. അവസാനത്തെ ആശ്രയം എന്ന നിലയിൽ അധോലോക പ്രവർത്തനം നടത്തുന്ന ആൾക്ക്, അങ്ങനെയാണല്ലോ പോലീസിന്റെ ആക്ഷേപം, എന്തായാലും ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കൂടി ഏർപ്പാടാക്കുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും താങ്കൾ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതായത് താങ്കൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രവർത്തനം അത് തുടരും? നിയമപരമല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയോ അതുപോലെ അധികാരപ്പെട്ട സ്ഥാപനങ്ങളോ പറയുന്നത് വരെ എനിക്കത് തുടരേണ്ടി വരും. തുടരും. അവസാനമായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്തായാലും സുനിൽ ജേക്കബ് അത് തുടരുമെന്നും സുനിൽ ജേക്കബിനെതിരായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും രണ്ട് ഭാഗവും വിശദീകരിക്കപ്പെട്ട നിലയ്ക്ക് ഇത് സംബന്ധിച്ച് പോലീസ് ഒന്ന് വ്യക്തത വരുത്തേണ്ടതല്ലേ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ? എന്ത് ചെയ്യാൻ പാടില്ല റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക്? അവർക്ക് എന്തായാലും ആ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും. പ്രതികളായി വരുന്നവർ, വാദികളായി വരുന്നവർ, പഴയ ഉദ്യോഗസ്ഥന്മാർ, നിലവിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ബന്ധം ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കാമെന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ അതോ ഇനി വരുത്തേണ്ടതുണ്ടോ? അല്ല, സർവീസിലിരിക്കുമ്പോൾ അവർ സമ്പാദിക്കുന്ന ഒരു നിക്ഷേപമുണ്ട്. അതിന് ഡിവിഡൻഡ് കിട്ടുന്നത് സർവീസിൽ നിന്ന് പിരിച്ചതിന് ശേഷമാണ്. സർവീസ് കാലത്തെ ബന്ധങ്ങളാണ് അവർക്ക് പിന്നീട് ലാഭകരമായ ബിസിനസ്സായി മാറുന്നത്. അതിന് ഉദാഹരണങ്ങൾ തന്നെയാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വളരെ സമഗ്രമായ ഒരു നിരീക്ഷണം സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് മാത്രമല്ല, സർവീസിൽ നിന്ന് പിരിഞ്ഞവരെ കുറിച്ചും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ വരുമാനം എന്താണ്, അവരുടെ സ്റ്റാറ്റസ് എന്തുമാത്രം ഉയർന്നിരിക്കുന്നു. നമുക്കൊരു കേരള പോലീസ് ആക്ട് ഉണ്ട്, പോലീസ് മാനുവൽ ഉണ്ട്, എല്ലാത്തിനും ഉപരി ഒരു കംപ്ലയിൻസ് അതോറിറ്റി ഉണ്ട്. ഇവരുടെയൊക്കെ ജോലി കൃത്യമായി നടക്കുന്നതിന് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ കാണിക്കുന്ന ഉത്കണ്ഠ ഈ പോലീസുകാരുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾക്ക് കുറെയെങ്കിലും ശമനമുണ്ടാകുമായിരുന്നു. അപ്പോൾ നിലവിലുള്ള നിയമപരമായ സംവിധാനങ്ങൾ നന്നായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ആ ബലഹീനത, ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ഷേപകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നത്. ശ്രീ സുനിൽകുമാർ, ഒരു കാര്യം കൂടി, ഉദ്യോഗസ്ഥ കാലഘട്ടത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നിരീക്ഷണമുണ്ട് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും ഒരു പരിധിവരെ. പക്ഷെ റിട്ടയർ ചെയ്ത ജുഡീഷ്യറിയിലുള്ളവർ, അന്വേഷണ ഉദ്യോഗസ്ഥർ, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കെട്ടിപ്പൊക്കുന്ന മണിമാളികകൾ, അവരുടെ സമ്പത്ത് സംബന്ധിച്ചൊക്കെ വ്യക്തമായ അന്വേഷണം നടക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നമുക്കറിയാമല്ലോ,
ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെല്ലാം പലപ്പോഴും അവരുടെ ഔദ്യോഗിക കാലഘട്ടത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമാനുസൃതമായിട്ടുള്ള വരുമാനത്തിനപ്പുറത്തുള്ള വരുമാനം അവർ പുറത്തെടുക്കുന്നത് റിട്ടയർമെന്റിന് ശേഷമാണ്. അത് പല രൂപത്തിൽ അവർ പുറത്തെടുക്കുന്നു. റിട്ടയർമെന്റിന് ശേഷം ഇപ്പോൾ പല ആളുകൾ 56 വയസ്സിലാണ് നമ്മുടെ റിട്ടയർമെന്റ്. IPS ഉദ്യോഗസ്ഥന്മാർക്ക് 60 വയസ്സായിരിക്കാം. 56 വയസ്സായിട്ടുള്ള ആളുകളും 60 വയസ്സായിട്ടുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനുശേഷവും അവർക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയുന്നവരാണ്. ആ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്ന ജോലികൾ ഇവിടെ നേരത്തെ സെബാസ്റ്റ്യൻ പോൾ അവർ സൂചിപ്പിച്ച പോലെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അത് മറ്റ് ഡിപ്പാർട്ട്മെന്റ് പോലെയല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്ത ശേഷം അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എവിടെയായിരുന്നു, അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ പോലെയുള്ള ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു സമാന്തരമായിട്ടുള്ള ഗുണ്ടാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടേക്കെല്ലാം ചേക്കേറുന്നത് പലപ്പോഴും റിട്ടയർ ഉദ്യോഗസ്ഥന്മാരായിട്ടാണ്. നല്ല ഉദ്ദേശത്തിൽ ചേക്കേറുന്ന ആൾക്കാരുണ്ട്, മറിച്ച് നേരെ മോശമായ നിലയിൽ ചേക്കേറുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം തന്നെ സമൂഹത്തിന് വളരെ മോശപ്പെട്ട ചില പ്രവണതകളിലേക്ക് എത്തിക്കുകയാണ്. അതാണിപ്പോൾ സമാന്തര പോലീസ് സ്റ്റേഷൻ പോലും ആരംഭിക്കാനുള്ള നിലയിലേക്ക് അത് വന്നു എന്ന് പറഞ്ഞാൽ സുപ്രഭാതത്തിൽ വന്നിട്ടുള്ളതല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി റിട്ടയർ ചെയ്ത ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെ സ്ഥാപനവൽക്കരിക്കപ്പെടുന്നു എന്ന നിലയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് സ്റ്റേറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് കേവലം സുനിൽ ജേക്കബിന്റെ ഒരു സമാന്തര പോലീസ് സ്റ്റേഷൻ എന്ന നിലയിൽ മാത്രം ചുരുക്കി ഇത് കാണുന്നതിന് പകരം ഇത് എവിടേക്കാണ്, ഇതിന്റെ സാമൂഹ്യമായ പ്രത്യാഘാതം എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി, ആർക്കൊക്കെയാണ് ഇതുമായി ബന്ധം എന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായ അന്വേഷണവും അതുപോലെ തന്നെ നിയമാനുസൃതമായിട്ട് ഇത് മുന്നോട്ട് അല്ലെങ്കിൽ ഇതിനെ തടയാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും സർക്കാർ പോകേണ്ടി വരും. അങ്ങനെ പോകുന്നതായിരിക്കും ഉചിതമായ കാര്യം. PS സുനിൽകുമാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സുനിൽ ജേക്കബ്, ഹരിശങ്കർ, ബെന്നി, വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത്. കേസുവറിൽ പ്രധാന വാർത്ത. Flexi Life Easy Electronics and Home Appliances. ബാർകോഴ കേസിൽ CBI അന്വേഷണമാണ് ഉചിതമെന്ന് ഹൈക്കോടതി. പ്രതി നിരപരാധിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കും? അന്വേഷണത്തിൽ ഇരിക്കുന്ന കേസിനെ പറ്റി പരാമർശം നടത്തിയാൽ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഇനി പ്രതികരിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി. നിലവിലെ അന്വേഷണം നീതിയുക്തമെന്ന് ചെന്നിത്തല. ജേക്കബ് തോമസ് അച്ചടക്ക ലംഘനം നടത്തിയെന്ന നിലപാടിൽ ഉറച്ച DGP. മാധ്യമങ്ങളെ കണ്ടത് അച്ചടക്ക ലംഘനം. നിലപാട് ചീഫ് സെക്രട്ടറി അറിയിച്ചു. എറണാകുളം IG അജിത് കുമാർ പകപോക്കുന്നുവെന്ന ആരോപണവുമായി മുൻ SP സുനിൽ ജേക്കബ്. NSS നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് വെള്ളാപ്പള്ളി. എനിക്ക് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു വിഷമവുമില്ല. സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപനത്തിൽ പാർട്ടി പ്രഖ്യാപനം. ജനതാദൾ യുണൈറ്റഡുമായി ലയനമില്ലെന്ന് ജനതാദൾ S. ചെറുടു പഞ്ചായത്തിൽ UDFനെ പിന്തുണച്ചത് തെറ്റെന്ന RMP. ഒഞ്ചിയത്തിൽ ലീഗ് പിന്തുണയിൽ ഭരണം തുടരും. നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി ആസിയാൻ ഉച്ചകോടിയിൽ. ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച നിക്ഷേപകർ അവസരമാക്കണം. ജാപ്പനീസ് ചൈനീസ് നേതാക്കളുമായി മോദി ചർച്ച നടത്തി. ഷിൻസോ അബെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദേശീയ പതാക തലതിരിച്ചു കെട്ടിയത് വിവാദം. എൽ ക്ലാസിക്കോ ഇന്ന് രാത്രി. ബാഴ്സലോണ റയൽ മാഡ്രിഡ് പോരാട്ടം രാത്രി 10:45 തുടങ്ങും. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. 1-4 ഗോളുകൾക്ക് ചെന്നൈയിൻ FC ബ്ലാസ്റ്റേഴ്സിനെ തകർത്തു. അവസാനിക്കുന്നു. നമസ്കാരം.